ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോംസ് കിച്ചൺ ബൈ മായ. ഇന്ന് രണ്ട് തരം പുട്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ഗോതമ്പ് പൊടിയുടെ തവിട് കൊണ്ടും പിന്നെ രണ്ടാമത് ചോളപ്പൊടി കൊണ്ടുമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മില്ലിൽ പൊടിച്ച ഗോതമ്പ് പൊടി അരിച്ച് ഏറ്റവും ചെറിയ കണ്ണുള്ള അരിക്കൽ അരിച്ച് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഇതിന് കുറച്ച് മാവും നമുക്ക് ഗോതമ്പ് മാവും ആ കൂടെ കിട്ടും. അപ്പം പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഗോതമ്പിൻ്റെ തവിട് കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയുമായിരിക്കും. അതുപോലെ ഒത്തിരി പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഗോതമ്പ് പൊടിയിൽ. പിന്നെ ധാരാളം എനർജി കിട്ടും. പിന്നെ ദഹന പ്രക്രിയയ്ക്കും വാദത്തിനും പിത്തത്തിനും ഒക്കെ ഇത് നല്ലതാണ്. ഞാൻ കുറച്ച് ഉപ്പൊഴിച്ച് ഒന്ന് ഇളക്കുകയാണ്. ആദ്യമേ ഉപ്പുനീരാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടയൊക്കെ കെട്ടിയിരിക്കും. പക്ഷേ അത് നമുക്ക് സാരമില്ല. ഒരു മിക്സിയുടെ ജാറിൽ അത് കുറേശ്ശെ ഇട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ആ കട്ടയെല്ലാം പൊടിഞ്ഞ് നല്ല ഫൈനായിട്ട് പുട്ടുപൊടി കുഴയ്ക്കുന്നത് എങ്ങനെയാണ് അരിപ്പൊടിയൊക്കെ കുഴയ്ക്കുമ്പോൾ കിട്ടുന്ന അതേ പരുവത്തിൽ കിട്ടും. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കാം. ഒത്തിരി വെള്ളമാവല്ലോ. ഒത്തിരി വെള്ളമായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കുമ്പോഴേക്കും അതങ്ങ് കുഴഞ്ഞു പോകും. അതിൻ്റെ ഒരു പാകത്തിന് നമുക്കറിയാമല്ലോ എത്രമാത്രം വെള്ളം ഒഴിച്ചാൽ നമുക്കൊരു ഫൈൻ പുട്ടുപൊടിക്കുള്ള ആ രീതിയിൽ കിട്ടുമെന്ന് അറിയാമല്ലോ. അതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഞാനത് മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് കറക്കിയെടുത്താണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. ബാക്കി കുഴച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതേ പരുവത്തിൽ കറക്കിയെടുക്കാം. മിക്സിയിലിട്ടിട്ട് മിക്സി ജാറിലിട്ട് കറക്കിയെടുക്കാം. ഇന്നങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടെയാണ്. ഇനി ഒരു പുട്ടും കുറ്റി എടുക്കാം നമുക്ക്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്തതാണ്. ഇനി കുറച്ച് തേങ്ങ ഇടുക. അതിന് ബാക്കി പിന്നെ അത് നിറച്ചും പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് പുട്ടും കുറ്റി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനത് പുട്ടും കുറ്റിയിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ തവിട് കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈനാണ് കാണാനും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തതായി ചോളപ്പൊടി ഉണ്ട്. ചോളം പൊടിച്ചതാണിത്. ഒരു പുട്ടിൻ്റെ പരുവത്തിലാണ്. അത്ര നൈസല്ല, പക്ഷെ കുറച്ച് തരിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതും കൊണ്ട് അടിപൊളിയായിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം. ഈ ചോളം പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ്. വൈറ്റമിൻസും ഫൈബറും മിനറൽസിൻ്റെ എല്ലാം ഒരു കലവറയാണ് ചോളം എന്ന് പറയുന്നത്. അപ്പം ഇതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഉപ്പുനീരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് കുഴച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് പുട്ടിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലൊന്നും ആയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് സാധാ അരിപ്പൊടി കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. അങ്ങനെ കട്ട കെട്ടി പോകത്തൊന്നുമില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതങ്ങനെ പുട്ടുണ്ടാക്കാൻ പാകത്തിന് കുഴച്ചെടുക്കാം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടത്. ഇനി ഇത് പുട്ടുകുറ്റിയിലോട്ട് സാധാ ഇടുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ചോളത്തിന്റെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മഞ്ഞ കളറിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചോളത്തിന്റെ പുട്ട്. ഈ രണ്ട് പുട്ടും നല്ല ടേസ്റ്റാണ്. ഇത് പപ്പടത്തിന്റെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ ഇനി അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ പഴത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടോ എങ്ങനെ വേണേലും കഴിക്കാം. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു. ബൈ.